ഉടമസ്ഥനാകുന്ന ദൈവം തിരുവവതാരമായി വന്ന 142ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിൻ്റെ പരമപ്രധാനമായ കർമ്മത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. എന്നും എൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമായി കരുതിയിരുന്ന ആ മഹാഘോഷയാത്ര, ഒന്നുമില്ലാത്ത സമയത്ത് പോലും ഉള്ളവർ ഒത്തുകൂടി നിന്നുകൊണ്ട് വിവിധ ചമയങ്ങളോടുകൂടി നടത്തപ്പെട്ട് അന്ന് ആരംഭം കുറിച്ച ആ മഹാഘോഷയാത്ര, ലോകാന്ത്യം വരെ നടത്തുവാനുള്ള ഘോഷയാത്ര, ജന്മിയാകുന്ന ഗുരുവിൻ്റെ തിരുവവതാരത്തെ ആത്മലോകത്തിലേക്ക് അറിയിക്കുവാൻ വേണ്ടി നടത്തുന്ന ഘോഷയാത്ര. വരുന്നു വരുന്നു മഹാശക്തി വരുന്നു, വരുന്നു വരുന്നു മഹാശക്തി വരുന്നു, വരുന്നു വരുന്നു മഹാശക്തി വരുന്നു. പൂരം നക്ഷത്രം നടത്തുവാൻ വരുന്നു, പൂരം നക്ഷത്രം വരുന്നു, വരുന്നു മഹാശക്തി വരുന്നു, പൂരം നക്ഷത്രം നടത്തുവാൻ വരുന്നു, പൂരം നക്ഷത്രം ഘോഷയാത്രയ്ക്കായി മുന്നമേ ഉണ്ട്, ഘോഷയാത്രയ്ക്കായി മുന്നമേ ഉണ്ട്. സന്യാസിമാരും സന്യാസിനിമാരും ഭക്തജനങ്ങളും ഒത്തൊരുമിച്ച്, സന്യാസിമാരും സന്യാസിനിമാരും ഭക്തജനങ്ങളും ഒത്തൊരുമിച്ച് വരുന്നു വരുന്നു ശുഭാനന്ദൻ വരുന്നു, അനുഗ്രഹവർഷം നൽകുവാനായി വരുന്നു വരുന്നു ശുഭാനന്ദൻ വരുന്നു, അനുഗ്രഹവർഷം നൽകുവാനായി, ആനന്ദവർഷം നൽകുവാനായി, ആനന്ദവർഷം നൽകുവാനായി. ശുഭാനന്ദ രൂപം എഴുന്നള്ളി വരുന്നു, ആനന്ദവർഷം നൽകുവാനായി, ശുഭാനന്ദ രൂപം എഴുന്നള്ളി വരുന്നു. മഹാശക്തി തൻ്റെ ദേവീദേവന്മാരും ദൂതപരമ്പരകളും സന്യാസ പരമ്പരകളും ഭക്തപരമ്പരകളും ഏകോപിച്ചുകൊണ്ടുള്ള ജന്മനക്ഷത്ര ഘോഷയാത്ര ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. ഉന്നതനാകുന്ന ദൈവം നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന ഈ പ്രകൃതി ഇതിന് തുണയായി നിൽക്കുമാറാകട്ടെ, ഈ പ്രകൃതി ഇതിന് തുണയായി നിൽക്കുമാറാകട്ടെ. പ്രകൃതിക്കുടമസ്ഥനാകുന്ന തൻ്റെ പുരുഷന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ ഈ പ്രകൃതി തുണയായി നിൽക്കുമാറാകട്ടെ. സർവാത്മാക്കളിലും ആനന്ദം ദാനം ചെയ്തുകൊണ്ട് ആനന്ദരൂപൻ നിങ്ങളോടുകൂടി എഴുന്നള്ളുമാറാകട്ടെ. ഈ ഘോഷയാത്ര മുൻപും പിൻപും ഇടവും വലവും മഹാശക്തി എഴുന്നള്ളുമാറാകട്ടെ. ആരെവിടെ നിന്ന് ദർശിച്ചാലും ശുഭാനന്ദ
സംയമനത്തോടുകൂടി ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒന്നുകൊണ്ടും ഉണ്ടാക്കാതെ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ബന്ധിച്ചും കീർത്തനങ്ങൾ ഉന്നതമായ ശബ്ദത്തോടുകൂടി ആലപിച്ചുകൊണ്ടും നിങ്ങൾ ഘോഷയാത്രയിൽ അണിചേരുക. മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാശക്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കീർത്തനങ്ങൾ ഇടതടവില്ലാതെ ആലപിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രഘോഷണമായി വരേണ്ടത്. ആ ശബ്ദങ്ങൾ തട്ടുന്ന ഓരോ കർണങ്ങളും ശുഭാനന്ദ ദിവ്യരൂപത്തെ തിരിച്ചറിയുവാൻ തക്ക വിധത്തിൽ ഉച്ചത്തിൽ 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 തിരുനാമ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊള്ളുക. നാമസങ്കീർത്തനം പാടി പാടി ആനന്ദം കാണുക ആത്മാക്കളെ. നാമസങ്കീർത്തനം പാടി പാടി ആനന്ദം കാണുക ആത്മാക്കളെ. നാമസങ്കീർത്തനം പാടി പാടി ആനന്ദം കാണുക ആത്മാക്കളെ. ആനന്ദരൂപൻ ആത്മാവിലെപ്പോഴും ആനന്ദമാടുമാറാകട്ടെ. ആനന്ദരൂപൻ ആത്മാവിലെപ്പോഴും ആനന്ദമാടുമാറാകട്ടെ. നാമസങ്കീർത്തനം പാടി പാടി ആനന്ദം കാണുക ആത്മാക്കളെ. നമുക്ക് ഉന്നതമായ അനേകായിരം കീർത്തനങ്ങൾ ഈശ്വരന്റെ തിരുനാവിൽ കൂടി നിങ്ങൾക്ക് അനുവദിച്ച് ദാനം ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി ആലപിച്ചുകൊണ്ട് കൂട്ടം കൂടി വലിയ ബഹളം ഉണ്ടാക്കാനല്ല, അണിയണിയായി നിന്ന് നിരനിരയായി നിന്ന് ഘോഷയാത്രയിൽ പങ്കെടുക്കണം. ചെറുപ്പക്കാർക്ക് പൊതുവെ ഒരു രീതിയുണ്ട്. രണ്ടുപേര് കൂടി പാട്ട് പാടുമ്പോൾ അതിന് താളം പിടിച്ചും ഒത്തുചേർന്നും അങ്ങനെ കൂട്ടം കൂടി വരുന്ന ഒരു സ്വഭാവമുണ്ട്. റോഡ് അടച്ച് അങ്ങനെ കൂട്ടം കൂടി വരാൻ പാടില്ല. അത് ഞാൻ പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ ആര് കണ്ടാലും ആത്മബോധോദയ സംഘസ്ഥാപകനാകുന്ന ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന സന്താനങ്ങൾ വളരെ അച്ചടക്കത്തോടു കൂടിയായിരിക്കണം ഈ വീഥികളിലൂടെ വരുന്നത്. ആര് നോക്കിയാലും അഭിമാനത്തോടുകൂടി ഗുരുവിനെ ചിന്തിക്കുവാൻ തക്ക വിധത്തിലുള്ള നടപടികളായിരിക്കണം ഓരോരുത്തരിൽ നിന്നും സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ചില വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിനെ കുറുക്കു വെക്കാൻ ശ്രമിക്കുകയും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. കാരണം നമുക്ക് ഈ ഘോഷയാത്ര സന്തോഷമായി വരുന്നതാണ് ലക്ഷ്യം. റോഡിൽ പോകുന്നവർക്ക് അവരുടെ യാത്രയാണ് ലക്ഷ്യം. അപ്പം അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നമ്മൾ മാനസികമായോ നമ്മുടെ മുഖത്തു നിന്നോ ഒരു വിദ്വേഷവും തോന്നിക്കാത്ത വിധത്തിൽ സംയമനത്തോടുകൂടി അവിടെ നിർത്തി സഹോദര ഒന്ന് നിൽക്കണേ, ഇതൊന്നു വെക്കോട്ടെ എന്ന് പറയുമ്പോൾ ശാന്തമായിട്ട് അവരവിടെ നിൽക്കും. ചിലർ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇതിന് പോയാൽ മതി, ഞങ്ങൾക്ക് പോലെ അത്യാവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കോപിച്ചെന്നിരിക്കും. ഇതൊന്നും നമ്മളെ ബാധിക്കരുത്. വളരെ സംയമനത്തോടുകൂടി ആത്മബോധത്തോടുകൂടി ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുവാൻ തീരുമാനിക്കുന്നവരൊന്ന് കൈയുയർത്തിക്കണ്ട. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും, എൻ്റെ ദൂതന്മാരുണ്ടാകും, ദേവന്മാരുണ്ടാകും. ആനന്ദമായി ഘോഷയാത്ര നടക്കട്ടെ, ആനന്ദമായി ഘോഷയാത്ര നടക്കട്ടെ, ആനന്ദമായി ജന്മനക്ഷത്ര ഘോഷയാത്ര നടക്കട്ടെ. ഉടമസ്ഥൻ നിങ്ങളോടുകൂടി എഴുന്നള്ളുമാറാണ്. എന്നെയാകുന്ന ദൈവം നിങ്ങളോടുകൂടി എഴുന്നള്ളുമാറാണ്. ഈ പ്രകൃതിയും ദേവീദേവന്മാരും ദൂതപരമ്പരകളും നിങ്ങൾക്ക് തുണയായി നിൽക്കുവാൻ നാം ഇത് അറിയിക്കുകയാണ്. നിങ്ങൾക്ക് തുണയായി നിൽക്കാൻ ഞാൻ ഇത് അറിയിക്കുകയാണ്. ആ കൽപ്പന പാലിച്ചുകൊണ്ട് അവർ തുണയായി നിൽക്കുമാറാകട്ടെ. ഓ ഉന്നതനാകുന്ന ദൈവത്തെ, ആ തിരുനാമത്തെ പാടി സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുക്കുക. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ തന്നെയാണ് ഇവിടെ എഴുന്നള്ളി നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് കണ്ട് ആനന്ദിക്കുവാനിടയായി തീരട്ടെ. ആനന്ദരൂപനെ സൽഗുരുവേ ഏഴകളോടൊത്തു വാഴേണമേ. ആനന്ദരൂപനെ സൽഗുരുവേ ഏഴകളോടൊത്തു വാഴേണമേ.
ഏകരൂപനുമായ പരമഗുരുവായ പരിശുദ്ധമുള്ള ദൈവം, ഏവർക്കും ഏകസ്വരൂപനാകുന്ന ദൈവം ഈ ലോകത്തിൽ അവതാരമായി വന്ന അവതാര സുദിനം ഘോഷിക്കുവാൻ അന്മേനികൾ ഒത്തുചേർന്ന് നിലകൊള്ളുന്നു എന്ന് കാണുന്നല്ലോ. അങ്ങയുടെ ഹൃദയത്തിൽ എന്നും കരുതി ഓരോ ശരീരങ്ങളിൽ കൂടിയും പതിവിൻപടി കൂടുതൽ കൂടുതൽ ശ്രേഷ്ഠമായി നടത്തിക്കൊണ്ടിരുന്ന മഹാഘോഷയാത്ര ഇത് ആരംഭിക്കാൻ പോകുന്നു എന്ന് കാണുന്നു. ഉന്നതനാകുന്ന ദൈവത്തെ എഴുന്നള്ളിക്കുന്ന ഉന്നതമായ കർമ്മമാകുന്നു ഇതെന്നടി ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഈ ലോകരംഗത്ത് നഗ്നപാതനായി സഞ്ചരിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാകുന്നു എന്ന് കാണുന്നു. രാത്രിയുടെ മറവിൽ അങ്ങ് നഗ്നപാതനായി മുള്ളുകൾ ചവിട്ടി കല്ലുകൾ തട്ടി വേദനയോടുകൂടി സഞ്ചരിച്ച അടിയങ്ങളുടെ ഉടമസ്ഥൻ ഇതാ ഈ പകൽ വെളിച്ചത്തിൽ അനേകായിരങ്ങളോടൊപ്പം ലോകത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് കാണുന്നു. അനേകായിരങ്ങളോടൊപ്പം അടിയങ്ങളുടെ ഉടമസ്ഥൻ ലോകത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് ഇത് കാണുവാൻ അനുഗ്രഹിക്കണമേ. ഈ ലോകം കാണുവാൻ ഇടയാകണമേ. ഈ ലോകം അറിയുവാൻ ഇടയാകണമേ. ദൂതന്മാർ കാവലാകണമേ. ദേവന്മാർ കാവലാകണമേ. ഈ പ്രകൃതി തുണയായിരിക്കണമേ. ചൂട് വർദ്ധിക്കരുതേ ദൈവമേ, ചൂട് വർദ്ധിക്കരുതേ ദൈവമേ. കുളിർമയായി
നവോദയ സംഘം ശുഭാനന്ദ ആശ്രമം നിർവഹിക്കുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും പ്രത്യേകിച്ച് മതസൗഹാർദ്ദ പ്രവർത്തനങ്ങളെയും വളരെ ഭക്തകണ്ഠം പ്രശംസിക്കുന്നു. മുമ്പ് സ്വാമി ഓർമ്മപ്പെടുത്തിയതുപോലെ പല പ്രാവശ്യം മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് ആ മണ്ണിലായിരിക്കാനും അതിൽ ശുശ്രൂഷകളൊക്കെ പ്രസംഗങ്ങളൊക്കെ നിർവഹിക്കാൻ ഇടയായിട്ടുള്ള തരുണത്തിൽ ഓർക്കുന്നു. ഈ വർഷത്തെ ജന്മനക്ഷത്ര ആഘോഷങ്ങൾക്ക് പുതിയകാവ് സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെയും പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിൻ്റെതുമായ എല്ലാ ആശംസകളും നേരുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിത്യമായി വാഴുന്ന പരമഗുരുവായ പരിശുദ്ധമുള്ള ദൈവം, നിഷ്കളങ്ക ജ്ഞാന സൂര്യൻ ഉദയമായി വന്നതിന്റെ തിരുവവതാര സുദിനവിത ഘോഷിക്കുന്നുവെന്ന് കാണുന്നല്ലോ. കഴിഞ്ഞ 9 ദിനങ്ങളിലായി ഈ മഹാദേവാലയത്തിൽ ആനന്ദ സാഗരത്തിൽ ആറാടിച്ചുകൊണ്ട് ആത്മലോകത്തെ കൊണ്ട് ഈ പൂരം ജന്മനക്ഷത്രം ആഘോഷിപ്പിച്ച പരിശുദ്ധമുള്ള ദൈവമേ, അങ്ങേക്ക് ആ തിരുഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളതും ഏഴകളിലേക്ക് പരിചയിപ്പിച്ചു തന്നതുമായ മഹാഘോഷയാത്ര ഇത്ര ശാന്തമായും ആനന്ദമായും നടത്തി തന്ന പരിശുദ്ധമുള്ള, ഇത്രയും സന്താനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്രയും ശാന്തമായി നടത്തി തന്ന പരിശുദ്ധമുള്ളത്. ചൂട് അധികരിക്കരുതേ എന്ന അപേക്ഷയോടുകൂടി അടിയങ്ങൾ യാത്ര ആരംഭിച്ചു. ആ കുളിർമയോടുകൂടി അടിയങ്ങളെ ഇവിടെ എത്തിച്ചു എന്ന് അറിയുന്നു. പുറവും ഒന്നുപോലെ കുളിരത്തക്ക വിധത്തിൽ ആ അഖിലലോകനാഥൻ പ്രകൃതിയെ നിയന്ത്രിച്ച് ആത്മാവിൽ എഴുന്നള്ളി ആനന്ദിച്ചു എന്ന് അറിയുന്നത്. അപ്രകാരം ഓടിയെത്തി അങ്ങയുടെ ഓമന സന്താനങ്ങൾ ഇതാ നേർച്ച കാഴ്ചകൾ അർപ്പിച്ചു കാത്തു നിൽക്കുന്നുവെന്ന് കാണുന്നു. ഏവരെയും അനുഗ്രഹിക്കണമേ ദൈവമേ, ഏവരെയും അനുഗ്രഹിക്കണമേ ദൈവം. എല്ലാ നേർച്ചകളും സ്വീകരിച്ച പരിശുദ്ധമുള്ള ദൈവം, ഒരാത്മാവിനെ പൂർണ്ണമായും പരിശുദ്ധമാക്കി നേർച്ചയാക്കി തീർക്കുവാൻ അവതാരമായി വന്ന പരമാത്മാവാകുന്നു അങ്ങെന്നടി ഞങ്ങൾ അറിയുന്നു. ഈ ലോകത്തിൽ വന്നുപോയ കുറവുകളെയും പോരായ്മകളെയും പരിഹരിക്കുവാൻ അവരവരുടെ കർമ്മഫലത്തിൽ നിന്ന് നേർച്ചയായി സ്വീകരിച്ച് ആത്മാവിനെ പരിശുദ്ധീകരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അതേ പ്രകാരം സ്വീകരിച്ച നേർച്ചകളെല്ലാം ആത്മലോകത്തിന്റെ പരിശുദ്ധിക്കായി അങ്ങ് ദാനം ചെയ്യുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ പരിശുദ്ധ കർമ്മങ്ങളിൽ ഒത്തുജീവിക്കുന്നവർക്കെല്ലാം പരമാനന്ദം അനുഭവിക്കാമെന്ന് ഞങ്ങൾ അറിയുന്നു. ആ നിലയിൽ പരമാനന്ദം ഈ ലോകത്തിൽ അനുഭവമാക്കുവാൻ അവതാരമായി വന്ന ഗുരുവിന്റെ ആ 142ാമത് പൂരം ജന്മനക്ഷത്രമാകുന്നു നാളെ എന്ന് കാണുന്നല്ലോ. അതിനെ സർവകർമ്മങ്ങളും ഉന്നതമാക്കണമേ ദൈവമേ. ഇതിനുപരിയായി പ്രകാശയാത്ര നടത്തുവാൻ അങ്ങയുടെ സന്താനങ്ങളെ ഒരുക്കി ഇവിടെ എത്തിക്കണമേ ദൈവം. അങ്ങയുടെ സന്താനങ്ങളെ ഇവിടെ എത്തിക്കണമേ ദൈവം. ഉന്നതമായെല്ലാം നടത്തി തരണമേ ദൈവം. ഈ പ്രകൃതി അതിന് തുണയായിരിക്കണമേ ദൈവമേ. ദേവന്മാരും ദൂതപരമ്പരകളും തുണയായിരിക്കണമേ ദൈവം. നാളത്തെ കർമ്മങ്ങളെല്ലാം ആനന്ദമായി നടത്തണമേ ദൈവമേ. ഇന്നേ ദിവസം വിദേശ രാജ്യത്ത് നടക്കുന്ന പൂരം ജന്മനക്ഷത്രാഘോഷത്തെ കാണുന്ന പരിശുദ്ധമുണ്ട്. നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ നടത്തപ്പെടുന്ന ആഘോഷം സർവശക്തിയെ അങ്ങ് എഴുന്നള്ളി സ്വീകരിക്കണമേ ദൈവം. ഓമന കുഞ്ഞുങ്ങളെ ആനന്ദിപ്പിക്കണമേ ദൈവം. സർവലോകനാഥ സർവകർമ്മങ്ങളും ഉന്നതമാക്കണമേ ദൈവമേ. കാരാതുതി ആനന്ദമാക്കണമേ ദൈവമേ. മഹാഗോപുരം പൂർത്തീകരിച്ചു തരണമേ ദൈവമേ. അതിനായി ആത്മദൈവത്തെ ആയുരാരോഗ്യത്തോടെ കരുതണമേ ദൈവമേ. എല്ലാവരെയും രക്ഷിക്കുവാൻ, എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ആനന്ദമൂർത്തി പ്രത്യക്ഷമായി വാഴണമേ. ഈ ആരാധനയിൽ അടിയങ്ങളെ ആനന്ദിപ്പിക്കണമേ. എല്ലാം പൊന്നുമഹനീയവാദേ സമർപ്പിക്കും. എന്നിലാനന്ദമാടുന്ന കണ്ണ പരമാനന്ദമാടുന്ന
ദൈവത്തെ തേടി അലഞ്ഞവർക്ക് ദർശനമേകുവാൻ, കള്ളങ്ങളൊക്കെ തകർത്തുള്ളിൽ കളിയാടുവാൻ, ആഗമക്കാതലാകുന്ന കായാമ്പുമേ നീ ഈ ലോകത്തിലേക്ക് അവതാരമായി വന്ന സുദിനമാണ് പുണ്യപൂരം. ആ പുണ്യപൂരമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എന്തെല്ലാം ഒരുക്കിയാലും, എങ്ങനെയെല്ലാം ഒരുക്കിയാലും, ഏതെല്ലാം വിധത്തിൽ ഒരുക്കിയാലും മതിവരാത്ത ആവേശത്തോടെയാണ് എന്റെ സന്താനങ്ങൾ ഓരോന്നും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ആ മതിവരാത്ത പരമാനന്ദം പരമഗുരുവിൽ നിന്ന് ദിനംതോറും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണത് അനുഭവിക്കുന്നത്? അറിയിച്ച അറിവിൽ കൂടി ജീവിതം ചെയ്യുമ്പോൾ അറിവ് പകർന്നു തന്ന ഗുരു തന്നെ അകതാരിൽ എഴുന്നള്ളി ആത്മാവിനെ ആനന്ദിപ്പിക്കുകയാണ്. ആ വഴിയാണ് നിങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിയമജീവിതം. നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആർക്കും ആത്മാവിൽ ആത്മസ്വരൂപനെ കണ്ട് ആനന്ദിക്കുവാൻ ഇടയാകും. ആ വിധത്തിൽ ആനന്ദിക്കുന്നവരാണ് ഈ ജന്മനക്ഷത്രം ആഘോഷിക്കുവാൻ ആവേശത്തോട് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കലിയുഗത്തിലെ ഈ സമ്പൂർണ്ണ മോക്ഷത്തിലുള്ള വ്യവസ്ഥയാണ്. ഇത് നാമസങ്കീർത്തന വ്യവസ്ഥയാണ്. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. അത് കലിയെങ്കിൽ ഉദമായിരിക്കുന്നു. നാരായണ തിരുനാമം
നാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. ആരാണ് നാരായണൻ? ആ ഓരോ നാമങ്ങളിൽ വിളിക്കുന്നു. വിഷ്ണു എന്ന് വിളിക്കുന്നു. ഓരോ അവതാരം എടുത്ത സമയത്തുള്ള നാമങ്ങളിലൊക്കെ വിളിക്കുന്നു. ശ്രീകൃഷ്ണനായും ശ്രീരാമനായും ബുദ്ധനായും നബിയായും ക്രിസ്തുവായും എല്ലാം വിളിക്കുന്നത് ആ നാരായണനെ തന്നെയാണ്. സത്യത്തിൽ നാരായണനെ കാണണമെങ്കിൽ എന്ത് വേണം? നാരത്തിൽ അയനം ചെയ്യുന്നവനാണ് നാരായണൻ. നാരമെന്നാൽ വെള്ളമെന്നാണ് ഡിക്ഷണറികളിൽ പറയുന്നത്. അത് സത്യവുമാണ്. പക്ഷേ വെറും വെള്ളത്തിലല്ല, ജ്ഞാനസമുദ്രത്തിൽ പള്ളി കൊള്ളുന്നവനാണ് നാരായണൻ. ആ ജ്ഞാനമാകുന്ന നാരത്തിൽ അയനം ചെയ്യുന്നവനാണ് നാരായണൻ. അങ്ങനെ ജ്ഞാനം ഉള്ളിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ നാരായണ രൂപം അകതാരിൽ കാണുവാൻ കഴിയും. അങ്ങനെ നാമസങ്കീർത്തനമായി ഉദയമായി വന്ന ശുഭാനന്ദ ദിവ്യരൂപം തെളിയിച്ചറിയിക്കുന്നത് എന്താണ്? ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ജന്മദോഷം തീർത്തു രക്ഷിപ്പാൻ. ജന്മാന്തര ജ്ഞാനം കേട്ട് ഗ്രഹിച്ച് അതിൽ കൂടി ജീവിച്ച് ജ്ഞാനരൂപമായി തീരുമ്പോഴാണ് നാരായണ രൂപമായി തീരുന്നത്. ആ ജ്ഞാനരൂപമായി തീരുന്നത് എന്താണ്? സർവജ്ഞാനത്തിൽ നിന്ന് ഉത്ഭൂതമായി വന്ന ആത്മാവ് തന്നെയാണ്. അപ്പോ നാരായണൻ വസിക്കുന്നത് എവിടെയാണ്? ആത്മാവിലാണ്. ആത്മാവിൽ തിളങ്ങുന്ന ഈശ്വരനെ കണ്ടെത്തുക. 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 ഈശ്വരനല്ലാതൊരു വിലയുള്ള വസ്തുവില്ല. ആത്മാവിൽ തിളങ്ങുന്ന ഈശ്വരനെ കണ്ടെത്തുക. ആത്മാവിൽ തിളങ്ങുന്ന ഈശ്വരനെ കണ്ടെത്തുക. ഈശ്വരനല്ലാതൊരു വിലയുള്ള വസ്തുവില്ല. ആത്മാവ് എപ്പോൾ ജ്ഞാനരൂപമായി തീരുന്നു അപ്പോൾ ഈശ്വരനായി തീരുകയാണ്. ഇപ്പോൾ ആത്മാവ് ജ്ഞാനരൂപമാണ്. എന്നാൽ മായാമറയ്ക്കുള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് ആ ജ്ഞാനത്തെ തെളിവായ ആത്മാവ് അറിയുന്നില്ല. ഇപ്പൊ മായാമറ മാറണം, അതിനാണ് കണ്ടെത്തുവാൻ പറയുന്നത്. ആ ആത്മാവിൽ വസിക്കുന്ന ഈശ്വരനെ കണ്ടെത്തുക. ആ എങ്ങനെ കണ്ടെത്തണം? മായാമറ മാറി ആത്മരൂപം തെളിഞ്ഞ് ആത്മാവ് ആത്മനാഥനെ കണ്ടറിഞ്ഞ് ആത്മാവ് കൊണ്ട് ആരാധിച്ച് ആനന്ദിക്കുമ്പോൾ ഉള്ളിൽ തിളങ്ങുന്നു നാരായണ രൂപം. ആ അവിടെയാണ് കണ്ടേ ഞാനൻ ഗുരു രൂപം എന്റെ ആത്മാവിൽ ശോഭിക്കും നാരായണ രൂപം. നാരായണ രൂപം കണ്ടേ ഞാനൻ ഗുരു രൂപം. എന്റെ ആത്മാവിൽ ശോഭിക്കും നാരായണ രൂപം. കണ്ടേ ഞാനൻ ഗുരു രൂപം. എന്റെ ആത്മാവിൽ ശോഭിക്കും നാരായണ രൂപം.
കണ്ടേ ഞാനൻ ഗുരുരൂപമോ ആത്മാവായി വാഴുന്ന നാഥൻ. ആത്മാവായി വന്നോരു നാഥൻ എന്നിൽ തെളിയിച്ച ജ്ഞാനത്താൽ അറിയുന്ന രൂപം കണ്ടേ ഞാനൻ ഗുരുരൂപം. എന്നിൽ തെളിയിച്ച ജ്ഞാനത്താൽ അറിയുന്ന രൂപം ആത്മാവായി വന്നോരു നാഥൻ എന്നിൽ തെളിയിച്ച ജ്ഞാനത്താൽ അറിയുന്ന രൂപം കണ്ടേ ഞാനൻ ഗുരുരൂപം. ആത്മാവായി വന്നോരു നാഥൻ എന്നിൽ തെളിയിച്ച ജ്ഞാനത്താൽ അറിയുന്ന രൂപം അറിവായിട്ടകതാരിൽ വാഴും ഗുരു അകതാരിൽ ആനന്ദമാടുന്നു എന്നും കണ്ടേ ഞാനൻ ഗുരുരൂപം. അറിവായിട്ടകതാരിൽ വാഴും ഗുരു അകതാരിൽ ആനന്ദമാടുന്നു അറിവായിട്ടകതാരിൽ വാഴും ഗുരു അകതാരിൽ ആനന്ദമാടുന്നു എന്നും കണ്ടേ ഞാനൻ ഗുരുരൂപം. അറിവായിട്ടകതാരിൽ വാഴും ഗുരു അകതാരിൽ ആനന്ദമാടുന്നു എന്നും കണ്ടേ ഞാനൻ ഗുരുരൂപം. അകതാരിൽ അറിവായി വാഴും ഗുരു അകതാരിൽ ആനന്ദമാടുന്നു എന്നും കണ്ടേ ഞാനൻ ഗുരുരൂപം. നീളമുള്ള വരികൾ പാടുമ്പോൾ ഏറ്റുപാടാൻ പലർക്കും വലിയ പ്രയാസമാണ്. നീളമുള്ള വരികൾ പാടുമ്പോൾ ഏറ്റുപാടുവാൻ പലർക്കും വളരെ പ്രയാസം. എന്തുകൊണ്ടാണെന്നറിയോ? ശ്രദ്ധ കുറയുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ആത്മാവിലുള്ള അറിവ് തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും തെളിയിക്കുന്നത്. നമ്മുടെ ആത്മാവിലുള്ള അറിവ് തന്നെയാണ് ഭഗവാൻ വീണ്ടും നമ്മളിലേക്ക് തെളിയിക്കുന്നത്. കാരണം നിങ്ങളുടെ ആത്മാവിൽ നിന്നാണ് ഈ ലോകം ഉളവായിരിക്കുന്നത്. അത്രത്തോളം മഹത്വമേറിയ ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത് എന്ന സത്യം, നിങ്ങളിൽ മറവായിരിക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ പ്രാധാന്യം അറിഞ്ഞ് ഇതിനെ രൂപപ്പെടുത്തി നിങ്ങളുടെ ആത്മാവിൽ വെച്ച് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും കഴിയാതെ പോകുന്നു. എന്നാൽ ഇത് ഒരു നിമിഷം ഒന്ന് മനസ്സിലായാൽ, ആ മറയൊന്ന് മാറിക്കിട്ടിയാൽ, ഈ ലോകത്തിലെ സർവ്വതും ത്യജിച്ച് ആത്മസുഖത്തെ ആശ്രയിച്ച് എന്നും ജീവിതം ചെയ്യും. എന്നാൽ അത് ആ മറയിരിക്കുമ്പോൾ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അതിലെല്ലാം യുക്തിയും ബുദ്ധിയും കലർത്തി അതിനെ വിവേചിക്കുക എന്നുള്ളതല്ലാതെ വേണ്ടതെടുക്കുകയില്ല. എന്നാൽ യഥാർത്ഥമായ ഒരു മനുഷ്യനാണെങ്കിൽ ആ മനനം ചെയ്യുവാനുള്ള
കഴിവ് പൂർണ്ണമായും ലഭ്യമായിട്ടുള്ള ഒരു ആത്മാവാണെങ്കിൽ, മനനം ചെയ്യാനുള്ള കഴിവ് പൂർണ്ണമായും ലഭ്യമായിട്ടുള്ള ഒരു ആത്മാവാണെങ്കിൽ എന്താണ് മനനം ചെയ്യേണ്ടത്? നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കുന്നതാണ് യഥാർത്ഥമായ മനനം. നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കുന്നതാണ് യഥാർത്ഥമായ മനനം. എന്നിട്ട് തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി. അങ്ങനെ തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി. ആ ബുദ്ധി ഉപയോഗിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് സൽക്കർമ്മമാകുന്നത്. ആ ബുദ്ധി ഉപയോഗിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് സൽക്കർമ്മമാകുന്നത്. ആ നന്മയോട് ബന്ധിച്ചുള്ള കർമ്മങ്ങളാണ് സൽക്കർമ്മമായി വരുന്നത്. നന്മയോട് ബന്ധിച്ചുള്ള കർമ്മങ്ങളാണ് സൽക്കർമ്മമായി. ആ സൽക്കർമ്മം ചെയ്യുമ്പോഴാണ് തത്വചിന്ത ഉദിക്കുന്നത്. സൽക്കർമ്മം ചെയ്യുമ്പോഴാണ് തത്വചിന്ത ഉദിക്കുന്നത്. തത്വചിന്തയിൽ കൂടിയാണ് നിഷ്കളങ്കമായി തീരുന്നത്. തത്വചിന്തയിൽ കൂടിയാണ് നിഷ്കളങ്കമായി. ആ നിഷ്കളങ്കത്വത്തിൽ നിന്നുകൊണ്ടേ നിഷ്കാമകർമ്മം ചെയ്യാൻ കഴിയുള്ളൂ. നിഷ്കളങ്കത്വത്തിൽ നിന്നുകൊണ്ടേ നിഷ്കാമകർമ്മം ചെയ്യാൻ. നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ് നിത്യശാന്തിയും നിത്യാനന്ദവും ലഭ്യമാകുന്നത്. നിഷ്കാമകർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ് നിത്യശാന്തിയും നിത്യാനന്ദവും ലഭ്യമാകുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെയും ഇതൊന്നും കാണാതെയും ഇത്രയും മേൽ ഉയർത്തപ്പെടേണ്ടുന്ന അഥവാ നിത്യാനന്ദത്തിൽ എത്തിപ്പെടേണ്ട ആത്മാവ് ഈ മായാലോകത്തിൽ ഈ മായാമറയ്ക്കുള്ളിൽ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് നാമസങ്കീർത്തനമായി താണിറങ്ങി വന്നത്. എന്തിനു വേണ്ടി? ഈ ബ്രഹ്മജ്ഞാനങ്ങളെ ആത്മാവിലേക്ക് ദാനം ചെയ്ത് ബ്രഹ്മരൂപമാക്കി തീർക്കുന്നതിന് വേണ്ടി. പക്ഷേ ആയി തീരണമെങ്കിൽ എന്ത് വേണം? ആ ആനന്ദം കേൾക്കുക, ആനന്ദം കാണുക. ആനന്ദം അനുദിനം ആത്മാവിൽ ലഭിക്കട്ടെ. അതാണ് അതിന്റെ മാർഗം. സത്യം കേട്ട് സത്യത്തിൽ കൂടി ജീവിച്ച് സത്യമായി തീരുമ്പോൾ സത്യസ്വരൂപൻ അകതാരിൽ തെളിഞ്ഞു കാണാം. അതാണ് സത്യവെളിച്ചമുദിച്ചല്ലോ, നിത്യാനന്ദം കണ്ടല്ലോ. സത്യവെളിച്ചമുദിച്ചല്ലോ, നിത്യാനന്ദം കണ്ടല്ലോ. കണ്ണായിടുന്ന പൊരുൾ നാം തന്നെയാണെന്നുള്ള സത്യത്തെ അറിയുവാനാണ് ഈ അറിവ് തരുന്നത്. കണ്ണായിടുന്ന പൊരുൾ അത് നാം തന്നെയാണെന്ന് അറിയുവാനാണ് ഈ അറിവ് തരുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? ആത്മാവ് സ്വയം പ്രകാശമായി തീരുന്നതിന് വേണ്ടിയാണ്. ആ സ്വയം പ്രകാശത്തിൽ കൂടി ജീവിക്കുമ്പോൾ തിന്മയിലേക്ക് ബന്ധിക്കുകയില്ല, അന്ധകാരം അടുക്കുകയില്ല, അജ്ഞാനം അടുക്കുകയില്ല. അപ്പോൾ എപ്പോഴും ദൈവവും ദൈവകർമ്മവും മാത്രമായിരിക്കും ആത്മാവിന് ചിന്ത. എന്നാൽ സൃഷ്ടിലോകത്തെയോ സൃഷ്ടിലോക വ്യവസ്ഥകളെയോ ഉപേക്ഷിച്ചിട്ടല്ല, ദൈവകർമ്മത്തെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം അടിസ്ഥാനപ്പെട്ട് ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെതായ ആവശ്യം അനുസരിച്ചതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ ഒന്നിനോടും ഭ്രമമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള വഴിയാണ് സത്യ ആദർശമാകുന്ന ശുഭാനന്ദ ആദർശത്തിൽ കൂടി ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്രകാരം ആത്മാക്കളെ നന്മയിലേക്ക് നയിക്കുന്ന ഈ ആത്മബോധോദയ സംഘത്തെ ഈ ലോകത്തിൽ സ്ഥാപിക്കുവാൻ വേണ്ടി എത്രമാത്രം ത്യാഗങ്ങൾ ആദ്യകാലത്ത് സഹിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ കണ്ണുനീരോടുകൂടി അല്ലാതെ അതൊന്നും ഓർക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. 12 വർഷക്കാലം സൂര്യനെ പോലും കാണാതെ കഴിഞ്ഞുകൂടിയ കാലങ്ങൾ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? അക്രമികൾ ആ വിധത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. എന്നാൽ ഈ ആദർശം ഉപേക്ഷിക്കുകയോ തന്നെ അറിഞ്ഞവരെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാത്രിയുടെ മറവിൽ സഞ്ചരിച്ച് വീണ്ടും വീണ്ടും അവരിലേക്ക് ഈ ശാന്തി മന്ത്രം ഉപദേശിച്ച് ഈ സത്യത്തെ ഇവിടെ അടിസ്ഥാനപ്പെടുത്തി അതിനെ പകൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്നിതാ അനേകായിരങ്ങൾ ഒത്തുചേർന്ന് നിന്നുകൊണ്ട് തിരുനാമം സ്തുതിക്കുവാൻ അവസരം ഉണ്ടായിരിക്കുന്നു. കഷ്ടമേറെ സഹിച്ചല്ലോ ഏഴകളെ വീണ്ടെടുപ്പാൻ ഞങ്ങൾക്കായി വന്നു ദിച്ച സൽഗുരു അങ്ങേ കാരുണ്യത്തെ ഓർത്തു ഞങ്ങൾ വാഴ്ത്തുന്നേ. ഇന്നിപ്പോൾ നമ്മൾ അനേകായിരങ്ങൾ ഒത്തുചേർന്ന് ജന്മനക്ഷത്ര ഘോഷയാത്ര നടത്തി. നാളെ ഇതിലും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പ്രകാശയാത്ര നടത്തും. ഇനി കുറെ കാലം കൂടി കഴിയുമ്പോൾ ഇതിന്റെ 10 ഇരട്ടി ആളുകൾ വന്ന് ഓരോ കർമ്മങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലമുണ്ടാകും. അത് കഴിയുമ്പോൾ ലോകം മുഴുവൻ ആരാധിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന സന്ദർഭം ഉണ്ടാകും. അപ്പോഴും മറന്നുകൂടാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ഗുരുവിന്റെ ത്യാഗകർമ്മമാണ്. ദൈവമേ അങ്ങേ മറന്നിടുവാൻ എന്നാൽ കഴിവില്ലേ പ്രാണനാഥ. കാരുണ്യക്കാതരെ അങ്ങേ മാത്രം ആശ്രയിച്ചിടുന്ന ആത്മനാഥ. ഉന്നതനാകുന്ന ഗുരുവിന്റെ ആ മഹാത്യാഗങ്ങളെ ഞാൻ മിക്കവാറും ആരാധനയിൽ ഇത് ഞാൻ തന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. എന്തിനാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്? ഒരിക്കലും നിങ്ങളത് മറന്നു പോകാൻ പാടില്ല. നിങ്ങൾ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു അത്രയും കാലം ഇത് മറന്നു പോകരുത്. മറന്നു പോകരുത് എന്ന് മാത്രമല്ല, ഈ മഹാത്യാഗത്തിന്റെ ഉന്നതമായ വലിപ്പത്തെ നിങ്ങളുടെ പരമ്പരകളിലേക്ക് പകർത്തി കൊടുക്കുകയും വേണം. കാരണം അവരും ഈ നാമത്തിൽ ഈ ആനന്ദം അനുഭവിക്കുമ്പോൾ ഒരിക്കലും ഒരു നന്ദികേട് അവരിൽ വന്നു പോകരുത്. നന്ദികേട് വന്നുപോയാൽ നിന്ദ്യന്മാരായി പോകും. ഈശ്വര സന്നിധിയിൽ സ്ഥാനമില്ലാതായി പോകും. അങ്ങനെ ഇടവരാതെ പരമ്പരകൾ വളർന്നു വരണമെന്ന് ആഗ്രഹമുള്ളവർ ഈ സത്യത്തെ, ഈ ത്യാഗകർമ്മത്തെ അവരിലേക്കും പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് വെറുതെ ഒരു വാക്കുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയോ അല്ലെ ഒരു കഥപുസ്തകം വാങ്ങി കൊടുക്കുകയോ ചെയ്യല്ല വേണ്ടത്. നിങ്ങളുടെ ജീവിതം കൊണ്ട് അത് അവരിലേക്ക് പകർത്തി കൊടുക്കണം, എങ്കിലേ അത് പ്രാവർത്തികമാവുകയുള്ളൂ. ആവശ്യമില്ലാത്ത ഡർബാറെല്ലാം കാണിച്ച് ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ വരുത്തി കിട്ടാക്കട മുഴുവൻ വാങ്ങിച്ച് കടക്കാരനായി നിന്നുകൊണ്ട് ഗുരുവിന്റെ ത്യാഗകർമ്മത്തെ വർണ്ണിച്ചാൽ പരമ്പരകൾക്ക് മനസ്സിലാവുകയില്ല. ലോകത്തിൽ അനുഭവിക്കേണ്ടുന്ന ദാരിദ്ര്യമായാലും അത് വിധത്തിലുള്ള ദുഃഖങ്ങളായാലും അതെല്ലാം സ്വീകരിക്കുമ്പോൾ ഗുരുവിനെ മുൻനിർത്തിക്കൊണ്ട് ആ ദുഃഖത്തെ സ്വീകരിക്കുന്ന രീതി അതാണ് പരമ്പരകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഗുരു അറിയാതെ
പ്രപഞ്ചത്തിൽ ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെ നമുക്ക് ദുഃഖം വരാൻ ഇടയായത് നമ്മൾ എന്തെങ്കിലും ചെയ്ത കർമ്മദോഷത്തിന്റെ ഫലമാണെന്ന് വളരെ സംയമനത്തോടുകൂടി പരമ്പരകളിലേക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലാം ഗുരുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രീതി ഉണ്ടാവണം. സർവകർമ്മങ്ങളും ഗുരുവിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത്, അങ്ങനെയുള്ള ഭവനത്തിൽ പരമ്പരകളിലേക്ക് ഇത് സ്വാഭാവികമായി പകർന്നുള്ളൂ. എന്നാൽ ആവശ്യമില്ലാത്ത സംസാരങ്ങളും അനാവശ്യമായ അയൽവഴക്കുകളും, ആ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ അവര് തമ്മിൽ ഒരു ചേർച്ചയില്ലാതെയും ആ ജീവിതം ചെയ്തുകൊണ്ട് ഗുരുവിന്റെ മഹത്വം പറയാൻ പോയാൽ അത് വിജയിക്കുകയില്ല. ഉന്നതനാകുന്ന ഗുരുവിനെ വേണ്ട വിധത്തിൽ ചിന്തിച്ചറിഞ്ഞ് ആരാധിച്ച് ജീവിക്കുന്നിടത്ത് മാത്രമേ പരമ്പരകളിലേക്ക് ഇത് പകർത്തപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് പകർത്തപ്പെടുകയില്ല. നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ പോലും കുഞ്ഞുങ്ങളിലേക്ക് പകരുന്നുണ്ട്. പണ്ടുള്ളവർ പറയും ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്, ആവശ്യമില്ലാത്തൊന്നും വായിക്കരുത്. എന്തിന് പാചകം ചെയ്യുന്നത് പോലും, ചില സാധനങ്ങൾ പാചകം ചെയ്യരുതെന്ന് പോലും അന്ന് നിയമം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണത്? ആ വയറ്റിൽ ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് പറയുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ആവശ്യമില്ലാത്ത സർവ്വകോലാഹലങ്ങളിൽ ഈ അമ്മ പോവുകയാണ്. ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ വിശ്രമം കിട്ടുന്നത്. ഇപ്പൊ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ആ സമയം മുതൽ വിശ്രമമാണ് ഡോക്ടർമാർ പോലും നിർദ്ദേശിക്കുന്നത്. എന്തോ മഹാരോഗം വന്നതുപോലെയാണ് ഈ സ്ത്രീകളുടെ നടപ്പും ഇരിപ്പുമെല്ലാം. എന്താ കാരണം? ഈ ഡോക്ടർമാരും മുതിർന്നവരും എല്ലാം കൂടി പറഞ്ഞ് ഇതിനെ അങ്ങ് ഭയപ്പെടുത്തും. അയ്യോ ഗർഭിണിയാണോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ എന്തോ ഒരു ഭയാനകമായ അവസ്ഥ പോലെയാണ്. ഇത് സൃഷ്ടിലോകത്തിന്റെ നിലനിൽപ്പിന് ഇത് ആവശ്യമല്ലേ? അതിനുള്ള കഴിവ് സ്ത്രീക്ക് കൊടുത്തിട്ടില്ലേ? അതിനുള്ള പ്രാപ്തി സ്ത്രീക്ക് കൊടുത്തിട്ടില്ലേ? അതിന്റെ രൂപകൽപ്പന പോലും അതേ വിധത്തിൽ ദൈവം ചെയ്ത് ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചയക്കുമ്പോ എന്തിനാണ് ഈ ഭയപ്പെടുത്തൽ? ആർക്കു വേണ്ടിയാണ് ഈ ഭയപ്പെടുത്തൽ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ഈശ്വരനാമം ജപിച്ച് സൽക്കർമ്മം ചെയ്ത് ആ സ്ത്രീ ജീവിതം ചെയ്താൽ ആ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞും സാത്വിക സ്വഭാവമുള്ള കുഞ്ഞായി വളർന്നു വരും. അതാണ് പകർന്നു കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ മുതൽ നമ്മൾ ആരംഭിക്കുന്ന ജീവിതം, അപ്പോൾ ഒരു മാതാപിതാക്കളാകുന്നു എന്ന് അറിയുമ്പോൾ മുതൽ, ഈ ഗർഭാവസ്ഥയിൽ കുഞ്ഞിരിക്കുന്ന ആ സമയം മുതൽ ഈ മാതാപിതാക്കൾ ഉത്തമമായ ജീവിതം നയിക്കണമെങ്കിൽ ഈ കുഞ്ഞ് നന്മയായി വളർന്നു വരികയുള്ളൂ. അവരുടെ പല സ്വാതന്ത്ര്യങ്ങളും വളരെ രഹസ്യമായി ചെയ്യേണ്ടി വരും. അവർ സാധാരണ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷയ്ക്ക് മാറ്റം വരുത്തേണ്ടി വരും. കാരണം ഈ കുഞ്ഞിനെ ഉദ്ദേശിച്ച് അവർ തമ്മിൽ വഴക്കിടാൻ പാടില്ല. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും സംസാരിക്കാൻ പാടില്ല. അന്യർക്ക് ദ്രോഹം വരുന്ന രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും ചിന്തിക്കുക പോലും പാടില്ല. ഈ വിധത്തിൽ ഒരു ക്രമീകരണം വരുത്തിയെങ്കിലേ കുഞ്ഞുങ്ങളിലേക്ക് ഇത് പകർത്തപ്പെടുകയുള്ളൂ. അതിന് പകരം അനിഷ്ടമായി ജീവിതം ചെയ്തിട്ട് മക്കളാരും ആശ്രമത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യവുമില്ല. അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിന്നിലേക്ക് പകർന്നു തന്ന അറിവ് നിന്റെ കുഞ്ഞിന് പകർന്നു കൊടുക്കാതിരുന്നത് നിന്റെ തെറ്റാണ്. അതിന്റെ ദുഃഖം നീ അനുഭവിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അറിയിക്കുന്ന അറിവുകളെ ആദരസമന്വിതം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് അവതാര ഗുരുവിന്റെ മഹത്വം ആത്മാവിൽ അനുഭവമാകുന്നത്. അങ്ങനെ മഹത്വമേറിയ മനുഷ്യജന്മം അവതാര സംസർഗത്താൽ പൂർണ്ണമഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഉന്നതനാകുന്ന ഈശ്വര രൂപത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും ഇടയാകും.
അതിനുവേണ്ടി തന്ന മനുഷ്യജന്മം ഈ മായാമറയ്ക്കുള്ളിൽ കിടന്ന് ഇങ്ങനെ നട്ടം തിരിയുന്നത് കണ്ടുകൊണ്ടാണ് ആ അവതാരമായി വന്ന് അറിയിച്ചത്. എന്താണ് അറിയിച്ചത്? മനുഷ്യജന്മമേ നിന്റെ ജന്മ മഹാത്മ്യം, മനുഷ്യന്റെ മഹത്വത്തെ മനുഷ്യനിൽ ബോധ്യപ്പെടുത്തുവാനാണ് മനുഷ്യനായി ദൈവം ലോകത്തിൽ അവതാരമായി വന്നത്. ആ ജന്മിയാകുന്ന ഗുരുവിന്റെ ജന്മദിനമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. പ്രാവശ്യത്തെ 142ാമത്തെ ഈ പൂരം ജന്മനക്ഷത്രത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സലാം മൗലവി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ടീസ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൈമാറിക്കൊണ്ടാണ് ഞാൻ ആ പ്രകാശനം നിർവഹിച്ചത്. അപ്പോഴവിടെ ഉണ്ടായിരുന്നവരോടെല്ലാം ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമിനൊന്നും അദ്ദേഹത്തിന്റെ പേരില്ല. നോട്ടീസിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരൊന്നുമില്ല, പക്ഷെ എന്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട് എന്ന് പറഞ്ഞു. ഇന്നിതാ ഈ വൻപിച്ച പരിപാടി നടന്നപ്പോൾ അദ്ദേഹം സ്വാഭാവികമായി ഇവിടെ വന്നു ചേർന്നു. അതൊരു സന്തോഷത്തിനിടയായി. സർവശക്തി ആ കുടുംബത്തെ എപ്പോഴും കരുതി രക്ഷിക്കുമാണ്. അങ്ങനെ വന്നു ചേർന്നിട്ടുള്ള ഓരോരുത്തരെയും ദൈവശക്തി ദർശിച്ച് അനുഗ്രഹിക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും എന്റെ ഓമന കുഞ്ഞുങ്ങൾ പൂരം നക്ഷത്രം ആഘോഷിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. ഇപ്പൊ എല്ലാം ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ നമ്മുടെ പ്ലെയിനിൽ യാത്ര ചെയ്ത് നമ്മുടെ എയറോഡ്രോമിൽ വന്നിറങ്ങുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും എയറോപ്ലെയിൻ വന്നിറങ്ങുവാൻ തക്ക വിധത്തിൽ ഉന്നതമായ ഒരു എയറോഡ്രോം ഭഗവാന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അനേകം കൽപ്പനകൾ ഇന്നും പ്രകൃതിയിൽ അങ്ങനെ മറഞ്ഞു കിടപ്പുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ഇപ്പോൾ നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മഹാഗോപുരം. എത്രയോ വർഷം മുമ്പ് തീരുമാനിച്ച തീരുമാനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എയർപോർട്ടിന്റെ കാര്യം തിരിച്ചു വന്ന് വാഴുന്ന സമയത്ത് ഞാൻ നിങ്ങളെ അറിയിച്ചതും കൽപ്പനയായി നിൽക്കുന്നതുമാണ്. കൽപ്പാന്ത കാലം വരെയും കൽപ്പനയ്ക്ക് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രകൃതിയിൽ നാദബ്രഹ്മമായി ലയിച്ചു നിൽക്കുകയാണ്. അതിൻ്റെതായ അവസരം വരുമ്പോൾ അത് കർമ്മത്തിലെത്തുകയും ആ സ്ഥൂല രൂപത്തിലേക്ക് ആവിർഭവിക്കുകയും അത് അനേകായിരങ്ങൾക്ക് പ്രയോജനമായി തീരുകയും ചെയ്യും. അന്ന് അത് പ്രവർത്തിക്കുവാൻ തക്ക വിധത്തിൽ എന്റെ മനോമന സന്താനങ്ങളിൽ ഈ ആത്മജ്ഞാനങ്ങളെ പ്രകാശിപ്പിച്ച് സർവകർമ്മവും മാറ്റിവെച്ച്
മാറ്റിവെച്ച് ഗുരുകർമ്മങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ തക്കവിധത്തിൽ രൂപപ്പെടുത്തി അനേകം ആത്മദീപങ്ങളെ ജ്വലിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ കർമ്മങ്ങൾ ലോകത്തിൽ നടത്തും. ഞാൻ എന്റെ കർമ്മം ലോകത്തിൽ നടത്തും. നടത്താതെ പോവുകയില്ല. ഭഗവത് കർമ്മങ്ങൾ പൂർത്തിയാക്കാതെ ഭഗവാൻ പോവുകയില്ല. പോകുവാൻ വന്നതല്ല. ലോകാന്ത്യം വരെ വാഴുക തന്നെ ചെയ്യും. ഒരാത്മാവെങ്കിലും ഈ ലോകത്തിൽ അവശേഷിക്കുന്നുവെങ്കിൽ അതിനെയും സമ്പൂർണ്ണ മോക്ഷത്തിൽ എത്തിച്ചതിനു ശേഷമേ ശുഭാനന്ദ രൂപം ലോകത്തിൽ നിന്ന് മാറുകയുള്ളൂ. അപ്രകാരം അവതാരമായി വന്ന ശുഭാനന്ദ രൂപത്തെ നമുക്ക് ആരാധിച്ചാനന്ദിക്കാം. കൽപ്പനകൾ ഓരോന്നോരോന്നായി പ്രകൃതിയിൽ നടപ്പായി ലോകം രക്ഷ പ്രാപിക്കട്ടെ. ഓ മഹാഗോപുരം അപ്രകാരം ഉയർന്നു പൊങ്ങി പ്രശോഭിക്കട്ടെ. അതിനായി നിലനിർത്തിയിരിക്കുന്ന ആത്മദീപം ആത്മാനന്ദ ദീപമായി സർവദാ പ്രശോഭിച്ച് നിലകൊള്ളുമാറാകട്ടെ. അതിലേക്കായി നിയോഗിച്ചിരിക്കുന്ന രാജഗോപാലനെയും ആ സ്ഥപതികളെയും അതിൽ നിന്നെടുത്ത് സന്യാസത്തിൽ നിലനിർത്തിക്കുന്ന വ്യക്തിയെയും ആ എന്റെ ഓമന കുഞ്ഞുങ്ങളെയും എല്ലാം ജഗദീശ്വരൻ ദർശിച്ച് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് 142ാമത് ജന്മദിനമാണ്. ഒരു കാലത്ത് 4 പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ച സ്ഥാനത്ത് ഇന്നിതാ ദിവസങ്ങളായി ആത്മാക്കൾക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ആ പൂരം നക്ഷത്രം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് ആ ജന്മനക്ഷത്ര ദിനം. അത് ആനന്ദോത്സവമായി ഭവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കും.